ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ഡോക്ടർ മുഹമ്മദ് ഫാസിൽ. നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മളൊക്കെ പങ്കുവെക്കുന്ന ഒരു സംഭവമാണ്, പ്രശ്നമാണ് പെട്ടെന്ന് സമയം തീർന്നു പോകുന്നു. ഒരുപാട് വർഷം മുന്നേ സംഭവിച്ചത് 4-5 വർഷമൊക്കെ എത്ര പെട്ടെന്നാണ് തീർന്നു പോയത് എന്നുള്ളത്. സമയം വളരെ സ്പീഡിൽ ഫാസ്റ്റായിട്ട് പായുന്നു, ഒന്നിനും സമയം കിട്ടുന്നില്ല. ദിവസം മൊത്തം 24 മണിക്കൂർ ഉണ്ടായിട്ടും നമുക്കൊന്നിനും സമയം കിട്ടാത്ത ഫീലിംഗ് തോന്നുന്നു എന്നുള്ളത്. ഇത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, കറക്റ്റായിട്ട് നമുക്ക് എന്താണോ ലക്ഷ്യമുള്ളത് അതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ജീവിതം നമ്മുടെ കയ്യിൽ നിന്നും വഴുതിപ്പോകും. ആ രീതിയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ സമൂഹം, ബാക്കിയുള്ളതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പണ്ടുള്ള ആളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു സംഭവമായിരുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ലോ ഓഫ് അട്രാക്ഷൻ, അല്ലേ, ആകർഷണ നിയമം എന്ന് നമ്മൾ വിളിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ആകർഷണ നിയമം എന്ന് പറഞ്ഞാൽ അത് കുറേ തട്ടിപ്പാണ്, ആ രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ സംസാരിക്കാറുണ്ട്. പക്ഷേ ആകർഷണ നിയമം തട്ടിപ്പാണ് എന്ന് പറയാനുള്ള ഒരു കാരണം, നമ്മൾ പണ്ടുള്ള അതേ രീതിയിലാണ് ഇന്നും അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നത്. ഭ്രാന്തമായിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിലേക്കൊന്നും കടന്നു വരില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻ ആക്കുന്ന, നമ്മുടെ ശ്രദ്ധകൾ മാറ്റുന്ന ഒരുപാട് ചിന്തകളുണ്ടാവും. നെഗറ്റീവ് ചിന്തകളുണ്ടായിരിക്കും, വേണ്ടാത്ത ചിന്തകളുണ്ടായിരിക്കും, നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടായിരിക്കും. ആ ചിന്തകളിൽ നിന്നും നമുക്ക് എന്താണോ ആവശ്യം, നമ്മുടെ ലൈഫിൽ നമുക്ക് സമ്പത്താണോ, ആരോഗ്യമാണ് നമുക്ക് ആവശ്യമെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആരോഗ്യ വിചാരങ്ങൾ, അതേപോലെ തന്നെ അസുഖങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത്. അത് നമുക്ക് ആരോഗ്യം കൊണ്ടുവന്ന് തരില്ല. നിങ്ങൾ യൂട്യൂബിൽ കയറി ആരോഗ്യമായിട്ട് നിങ്ങൾക്ക് ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും യൂട്യൂബിൽ അടിച്ചു നോക്കുന്ന ശീലമുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ല. കാരണം നിങ്ങൾ വീണ്ടും ആ അസുഖത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. റൂമി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണോ തേടുന്നത് അത് നിങ്ങളെ തേടി വരുന്നത്. ഇതൊരു പ്രപഞ്ച സത്യമാണ്. ശരിക്കും നമ്മളെ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താണോ നമ്മുടെ ചിന്തകളിൽ, ഓരോ മിനിറ്റിലും 30,000-ത്തിലധികം ചിന്തകൾ നമ്മുടെ അകത്തേക്ക് കടന്നു വരുന്നുണ്ടല്ലേ, നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ 80% ചിന്തകളും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, ഗോളിലേക്ക് ഓറിയൻറ്റഡ് ആക്കി വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലക്കകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡോപ്പമൈൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് വർക്ക് ചെയ്യാനുള്ള എനർജി, ക്ലാരിറ്റി, അല്ലേ, എന്ത് വർക്ക് ചെയ്യാനാണെങ്കിലും നമ്മൾ അതിലേക്ക് ഊർജ്ജസ്വലതയോടെ ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്കതിന് ക്ലാരിറ്റി വരിക. തുടക്കത്തിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ വരും, അപ്പോഴാണ് കറക്റ്റ് നമുക്ക് ക്ലാരിറ്റി വരിക, എന്തായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നുള്ളത്. അത് നമുക്ക് കറക്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 80%-ത്തിലധികം നമ്മുടെ ചിന്തകൾ അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് വെക്കണം, എങ്കിലേ അത് വർക്ക് ചെയ്യുകയുള്ളൂ. പക്ഷെ അധിക സമയത്ത് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇത് ഭ്രാന്തമായിട്ടുള്ള എന്തോ ആശയങ്ങളാണ് എന്ന് വിചാരിച്ച ആളുകൾ മാറ്റിവെക്കും. കർമ്മം ചെയ്താൽ, വർക്ക് ചെയ്താലേ ഈ ലോകത്ത് നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റൂ, അതൊരു സത്യമാണ്. പക്ഷെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള വിൽ പവർ, അതല്ലെങ്കിൽ ടെനാസിറ്റി എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയും, അത് നമ്മുടെ അകത്ത് വേണം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പം തളർന്നു പോകുന്നവരായിട്ട്, അല്ലേ, നമ്മൾ ഭയങ്കര ഊർജ്ജസ്വലതയോടെ ഈ കാര്യം ഞാൻ നടത്തിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കും. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, ചെറിയ വെല്ലുവിളികൾ വരുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്നും മാറുന്നു. അതൊക്കെ മാറ്റി വെച്ചാൽ ഒന്നും നടക്കില്ല എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തും. ഇതിൻ്റെ കാരണം, നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആദ്യമേ കറക്റ്റ് ആയിരുന്നില്ല, നിങ്ങൾ ശരിയായ രീതിയിലായിരുന്നില്ല ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളെ ഫോക്കസ്ഡ് ആക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, നമ്മുടെ പ്രവൃത്തികളെ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ്ഡ് ആക്കാൻ ഓട്ടോമാറ്റിക്കലി നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഈ ചിന്തകളെ നമുക്ക് എങ്ങനെ ലോ ഓഫ് അട്രാക്ഷനിൽ ഫോക്കസ്ഡ് ആക്കി നിർത്താം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. മെഡിറ്റേഷൻ, അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ. മെഡിറ്റേഷനിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മൈൻഡിനെ ഫ്രീ ആക്കി വിടണം.
മൈൻഡിനെ ഒരുപാടധികം നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ, നെഗറ്റീവ് ഇമോഷൻസിനൊക്കെ നിരന്തരം നമ്മുടെ എടുത്തു കളയാൻ ശ്രമിക്കുന്നു, പക്ഷെ അത് ആവുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, മൈൻഡിന് ആദ്യം ഫ്രീഡം കൊടുക്കണം. ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുത്തുകൊണ്ട് തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ റൂമിൽ അടച്ചിട്ട് വളർത്തുന്ന പോലെയായിരിക്കും സംഭവിക്കുക. അവർക്ക് ചെറിയൊരു ഫ്രീഡം കിട്ടുമ്പോഴത്തേന് അവർ ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അവർ ചെറിയൊരു ഫ്രീഡം കിട്ടുമ്പോഴേക്കും, അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് താമസം മാറ്റുമ്പോഴേക്കും കുട്ടി ആകെ വഷളായി എന്ന് പറയുന്ന രീതിയിലായിരിക്കും അവരുടെ സ്വഭാവം വരിക. അതിൻ്റെ കാരണം നമ്മുടെ മനസ്സിൻ്റെ അകത്ത്, അതേപോലെ തന്നെ കുട്ടികൾക്ക് നമുക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലും നമുക്ക് സ്വാതന്ത്ര്യം, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തില്ല എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ്. മനസ്സിന് നമ്മൾ ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് മാത്രമേ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാവൂ. അതിനായിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ സമയത്ത് നമ്മൾ മൈൻഡിനെ ഫ്രീ ആക്കി വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറയാറുണ്ട്, സ്ഥിരം മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഡീപ്പായിട്ട് ബ്രത്ത് അകത്തേക്ക് എടുത്തിട്ട് കുറച്ച് സെക്കൻഡ്, ഒരു 3-4 സെക്കൻഡ് ബ്രത്ത് നിർത്തിയ ശേഷം വളരെ പതിയെ ശ്വാസം വായിലൂടെ പുറത്തേക്ക് ഊതി ഒഴിവാക്കാൻ നിങ്ങൾക്ക്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പതുക്കെ നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആവുന്നതായിട്ട്, ഹാർട്ട് ബീറ്റ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതിന് ശേഷം നിങ്ങളുടെ മൈൻഡ് ഒന്ന് കാമാവും. നിങ്ങൾക്ക് എന്ത് ചിന്തകളാണോ വേണ്ടതുള്ളത്, എന്നും രാവിലെ, ഇത് നമ്മൾ ഡോപാമൈൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം, നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ക്ലാരിറ്റി വേണം, ക്ലിയർ ആയിട്ട് ചിന്തിക്കണം. അത് നിങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കുള്ള ലക്ഷ്യങ്ങളായിരിക്കില്ല നിങ്ങളൊരു നിങ്ങളുടെ 30s-ലോ 40s-ലൊക്കെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ എന്താണോ എന്നുള്ളതല്ല. അതിൽ ക്ലാരിറ്റി വേണം. ക്ലിയർ ഔട്ടായിട്ട് നിങ്ങൾക്ക് ആ ലക്ഷ്യങ്ങൾ നോക്കിക്കാണാൻ പറ്റണം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രകൃതി നിയമം പറയുന്നത്. അത് ഏതെങ്കിലും ഒരാൾക്കുള്ള നിയമമല്ല കേട്ടോ. നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് വർക്ക് ചെയ്തിരിക്കും. റൂമി പറഞ്ഞ പോലെ നിങ്ങൾ തേടുന്നത് നിങ്ങളെ തേടി വരും. പക്ഷേ അത് തേടി വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് വേണം. ഓക്കെ, താങ്ക് യു ആൾ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.